വിശദമായ വാർത്തയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിലാണ്. നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം, കരിപ്പൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ആഭ്യന്തര സർവീസുകളും മുടങ്ങി. രാജ്യവ്യാപകമായി എയർ ഇന്ത്യ ജീവനക്കാർ പണിമുടക്കുന്നതായാണ് സൂചന. എയർ ഇന്ത്യ നടപടിയിൽ മിക്കയിടത്തും യാത്രക്കാർ പ്രതിഷേധിച്ചു. ഷാർജയിലേക്കാണ്ട് പോകുന്ന ഫ്ലൈറ്റ് ബോർഡിംഗ് പാസ് കിട്ടി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവർക്കൊരു ഇൻഫർമേഷൻ വരുന്നത് ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ ആളുകൾ ഭയങ്കര പ്രശ്നത്തിലാണുള്ളത്. ഒന്നാമത്തെ കാര്യം, അവരെല്ലാ സെക്യൂരിറ്റി ചെക്കിനെ എല്ലാം ക്ലിയറൻസ് ചെയ്തു. പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ക്യാബിൻ ക്രൂവിന്റെ സ്ട്രൈക്ക് നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് ഒക്കെ ഓപ്പറേഷൻ റീസൺ കാരണം ക്യാൻസൽ ആക്കിയാണ്. നാളെ ജോലിക്ക് പങ്കെടുക്കേണ്ടവരുണ്ട്, നാളെ വിസ ക്യാൻസൽ ആകുന്നവരുണ്ട്. ഒരുപാട് പേരുടെ അധ്വാനം അല്ലെങ്കിൽ ഒരുപാട് പേരുടെ സ്വപ്നം അതൊക്കെ ഇവിടെ അസ്തമിക്കുകയാണ്. ഇനി എന്താണ് അവർക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല. ഇപ്പോൾ ഈ ഷാർജയിലേക്കുള്ള ഫ്ലൈറ്റ് എയർ ഇന്ത്യ ക്യാൻസൽ ആക്കിയതിനു ശേഷം നിങ്ങൾ എത്ര പൈസന്റെ ടിക്കറ്റ് എടുത്തതാണ്? ഇപ്പം 37,000 രൂപ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ്. ഞാൻ അബുദാബിക്ക് എടുത്തതാണ് ആദ്യം എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സിറ്റുവേഷൻ രണ്ടും ഡിലേ ആണ്. അന്നേരം അബുദാബിക്കുള്ളത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാമെന്നൊരു പറയുന്നു. അവിടെ താഴെ അടി നടക്കുക. ഞാൻ അപ്പോഴത്തേക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഒരു ടിക്കറ്റ് ഫ്രീ ഉണ്ട്. അവർ പറഞ്ഞു ഇപ്പം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തു, 37,000 രൂപ കൊടുത്തു, ടിക്കറ്റ് എടുത്തു. ഈ ഫ്ലൈറ്റിന് പോകണ്ടേ, നാളെ അവർ ജോലിക്ക് കയറേണ്ടതാണ്. കമ്പനിയിൽ നിന്ന് നാളെ ഇപ്പം ജോയിൻ ചെയ്യുന്നതുകൊണ്ട് മെസ്സേജ് വന്ന് നമ്മൾ അതെ ഇപ്പം നേരത്തെ പറഞ്ഞ് 12:40 കിട്ടുമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു 1 മണിക്കെന്ന് പറഞ്ഞു. പിന്നെ അബദ്ധത്തിൽ എങ്ങനെ ഒരു കാരുണ്യത്തിലൊരു ബ്രെഡും ഇതൊക്കെ തന്നു, അത്രയെങ്കിലും അവർ ചെയ്തു. പക്ഷേ പെട്ടെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു. പ്രശ്നത്തിൽ ഇപ്പോൾ ആൾക്കാർ ചാവേറാകാൻ പോകുന്നുണ്ട്. അബദ്ധത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക, അവനെന്തൊരു പോലീസ് കേസിൽ എന്തൊരു പെടുകയും ചെയ്യും. അതിനിടെ എയർ ഇന്ത്യ ജീവനക്കാരെ പിന്തുണച്ച ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ മാനേജ്മെന്റിന് കത്തയച്ചു. ജീവനക്കാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് കത്തിൽ പറയുന്നു. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ആ കത്താണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് യാത്രക്കാർ. വലിയ രീതിയിൽ വലയുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ഡാനി പോൾ കൊച്ചിയിൽ നിന്നും, CV അനുമോദ് കോഴിക്കോട് നിന്നും, BV അരുൺ തിരുവനന്തപുരത്ത് നിന്നും. ആദ്യം ഡാനി പോളിലേക്ക്. ഡാനി, വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇന്ന് തന്നെ ജോലിക്ക് കയറേണ്ട ആളുകളുണ്ട്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്താണിപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അശ്വതി, പലപ്പോഴും വിമാനം വൈകുന്നു എന്നതടക്കമുള്ളത് പലപ്പോഴും നമ്മൾ വാർത്ത സ്വാഭാവികം നൽകാറുണ്ട്. പക്ഷേ ഇത് വിമാന ജീവനക്കാരുടെ ഒരു സമരം മൂലം കൂട്ടത്തോടെ വിമാനം സർവീസുകൾ റദ്ദാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത് ഒട്ടനവധിയായ യാത്രക്കാരെയാണ് വലച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് തീർച്ചയായും തന്നെ മലയാളികളടക്കം നിരവധി പേരെ അത് ബുദ്ധിമുട്ടിലാഴ്ത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഉള്ളത്. നിരവധിയായ യാത്രക്കാർ രാവിലെ മുതൽ തന്നെ ഇവിടെ നിന്ന് പുലർച്ചെ മുതൽ പോകേണ്ട യാത്രക്കാർ പലരും തന്നെ ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ ദുരിതം അറിയുന്നത്. ഇങ്ങനെ ക്യാൻസലേഷൻ ഉണ്ടായിരിക്കുന്നു എന്നറിയുന്നത്. ഇത് ആരോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇതിനൊരു മറുപടി കൊടുക്കാൻ കഴിയുക എന്നതായിരുന്നു ഈ വിമാനത്താവളത്തിലെ ആദ്യത്തെ പ്രശ്നം. ആരും വ്യക്തമായൊരു ഉത്തരം നൽകാതെ തന്നെ പലരും ഒഴിഞ്ഞു മാറുന്നു. ഇന്ത്യൻ എയർലൈൻസ് എല്ലാവരും തന്നെയും ഇത്തരം കാര്യങ്ങൾ ഒരു മറുപടിയും നൽകാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. നിരവധി യാത്രക്കാർ തുടർച്ചയായി പിന്നീട് വിമാനങ്ങൾ ലേക്ക് വന്നപ്പോൾ മാത്രമാണ് പിന്നെ ഇത് ജീവനക്കാരുടെ ഒരു സമരം മൂലമാണ് ഈ ഒരു ദുരവസ്ഥയിലേക്ക് വന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. പിന്നീട് ഇവർക്ക് പലർക്കും തന്നെയും വിസ കാലാവധി അടക്കമുള്ള കാര്യങ്ങൾ ബാധകമാണ്. അതോടൊപ്പം തന്നെ ജോലിക്ക് ഹാജരാകേണ്ടവർ പലരും തന്നെയുണ്ട്. ഇവരെല്ലാവരും തന്നെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് പലർക്കും തിരിച്ചു പോകാൻ മറ്റ് വഴികൾ നോക്കേണ്ടി വരുന്നു. എയർ ഇന്ത്യ യാതൊരു രീതിയിലൊരു മറുപടിയും ഇവർക്ക് നൽകുന്നില്ല. ഇതെന്ത് ബദൽ സംവിധാനം ഒരുക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇത് റീഫണ്ട് എന്ന് പറയുന്നത് വലിയ തലവേദന പിടിച്ച
സൂചിപ്പിച്ചൊരു കാര്യമാണ്. പക്ഷെ അതല്ല അവരുടെ പ്രശ്നം. അവർക്ക് തിരിച്ചു പോകാൻ ബദൽ മാർഗങ്ങൾ ഏത് രീതിയിൽ അവർക്ക് ഒരുക്കുമെന്നതായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു മറുപടിയും നൽകുന്നില്ല. പലരും സ്വന്തം നിലയിലേക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥ, വിമാന ടിക്കറ്റുകൾ സജ്ജമാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കം വന്നിട്ടുണ്ട്. പലരും പിന്നീടുള്ള വിമാനത്തിൽ ടിക്കറ്റ് തരപ്പെടുത്തുന്നു. വലിയ തുക കൊടുത്ത് തന്നെയാണ് ആ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ചില യാത്രക്കാർ കൂടിയുണ്ട്. പലരും